ഹായ് ഫ്രണ്ട്സ്, പ്രസന്ന കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിത് എവിടെയല്ലെന്ന് പറയാം, മൂന്നാർ സൂര്യനെല്ലിയിലാണുള്ളത്. സൂര്യനെല്ലി നമ്മൾ ടെന്റ് അടിച്ച് 2 ദിവസമായിട്ട് നമ്മൾ ഇവിടെ ഉണ്ട്. നമ്മൾ ഇന്ന് ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ നമ്മൾ വൈകിട്ടത്തേക്ക് വേണ്ടിയിട്ട് നല്ല ഒന്നാം ഗൂസും മീന് വറക്കാനാണ്, ഫ്രൈ ആക്കാനാണ്. നമ്മൾ ഉച്ചയ്ക്ക് ചിക്കനൊക്കെ ആയിരുന്നു. അപ്പോൾ വൈകിട്ട് നെയ്മീനാണ് മേടിച്ചേക്കുന്നത്. 2.5 കിലോ നെയ്മീനുണ്ട്. നമ്മൾ കുറച്ച് പേരുണ്ട് കേട്ടോ, 5, 6, 7 പേരുണ്ട്. അപ്പൊ എല്ലാവരും കൂടി ഇന്നും കൂടി ഇവിടെയാണ്, നാളെ വേറെ സ്ഥലത്തേക്ക് പോകും. അപ്പൊ എല്ലാവരും വരെ നല്ല അടിപൊളി വ്യൂസ്. എല്ലാവരും കണ്ടേ, ഇവിടെ ഒക്കെ കണ്ടേ എന്താ സ്ഥലങ്ങള്. എല്ലാവരും എന്നും വരിക, എന്നും വന്നില്ലേലും ഇടയ്ക്കൊക്കെ ഒന്ന് വരിക, വന്നിട്ട് ഇവിടെയൊക്കെ ഇതൊക്കെ കണ്ട് ആസ്വദിച്ച് ഇവിടെ ഒരു ദിവസമൊക്കെ ഇവിടെ തങ്ങി ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ചൊക്കെ പോവുക. അപ്പം ഞാൻ എന്തായാലും ഇത് ക്ലീൻ ചെയ്ത് റെഡിയാക്കി എടുക്കട്ടെ. നമുക്കിത് ഫ്രൈ ആക്കുമ്പോൾ ഞാൻ വീണ്ടും കാണിച്ചു തരാം. നമ്മുടെ മീനൊക്കെ നമ്മൾ കഴുകി റെഡിയാക്കി നമുക്ക് കട്ട് ചെയ്യാം വറക്കാനായിട്ട് കേട്ടോ. ഫ്രൈ ആക്കാനായിട്ട് നമുക്ക് കുറച്ച് കനം കുറച്ച്, നമ്മൾ അധികം സാധനം ഒന്നും കൊണ്ടുവന്നില്ല, കട്ടിംഗ് ബോർഡും കാര്യങ്ങളും ഒന്നും കൊണ്ടുവന്നില്ല കേട്ടോ. പെട്ടെന്നുള്ള തീരുമാനമായതുകൊണ്ടേ നമ്മൾ അതൊന്നും എടുക്കാതെ വന്നു. അതുകൊണ്ട് ഏതാണ്ടൊക്കെ കണ്ണി കിട്ടിയൊക്കെ പെറുക്കിയിട്ടുണ്ടെങ്കിൽ പോകുന്നു, കത്തിയും കിത്തിയൊക്കെ. ഞങ്ങളിവിടെ വന്നു കഴിഞ്ഞ് നേരത്തെ ഞങ്ങൾ ഇത് മീനൊക്കെ വാങ്ങിയിട്ട് വന്നതാണ്. അപ്പോൾ നമ്മൾ കുക്ക് ചെയ്യണമെന്ന് വെച്ചപ്പോഴത്തേന് ഭയങ്കര മഴയായിരുന്നു. പിന്നെ നമ്മൾ വെറുതെ ഇരുന്നു, ഇങ്ങനെ ചായയൊക്കെ ഇട്ട് കുടിച്ച് എല്ലാം കഴിഞ്ഞിട്ട് പിന്നാണ് മീൻ ക്ലീൻ ചെയ്യാൻ ഇറങ്ങിയത്. സന്ധ്യ ആയിപ്പോയി, ഇരുട്ടായി. ചിലപ്പോഴേ പുറത്ത് വെച്ച് ചെയ്യത്തുള്ളൂ, ഇല്ലെങ്കിൽ നമ്മുടെ കുക്കിംഗ് ചെയ്യുന്ന സ്ഥലം ഉണ്ട് വേറെ, ഇവിടെ അവിടേക്ക് കൊണ്ട് കയറും. നമ്മൾ സൂര്യനെല്ലിയിൽ നമ്മൾ വന്ന് 2 ദിവസമായിട്ട് നമ്മൾ ഇവിടെ ഒക്കെ കറങ്ങുകയാണ്. അപ്പൊ ഇന്ന് നമുക്ക് വൈകിട്ട് എന്താണെന്ന് അറിയാമോ, നല്ല ബൂസും നല്ല നെയ്മീൻ ഫ്രൈയും. അപ്പൊ ഞാൻ അതിനൊരു നെയ്മീൻ മുറിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഫ്രൈ ചെയ്യുന്ന എങ്ങനെയാണെന്നൊക്കെ നോക്കാം കേട്ടോ. ഞാനിതൊന്ന് മുറിച്ച് ക്ലീൻ ചെയ്തെടുക്കട്ടെ. ഇവിടെ നിന്ന് ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ട് പോകാൻ, എല്ലായിടം കണ്ട് ആസ്വദിച്ചൊക്കെ പോവാം. നമ്മളെല്ലാം ഫുഡ് ഉണ്ടാക്കുന്നത്, പിന്നെ ഇത് ടെന്റ് അടിക്കുന്നതിന്റെ മാത്രം നമുക്ക് പൈസ ആവുന്നുള്ളൂ, അധികം പൈസ ഒന്നും ആവുന്നില്ല. അപ്പൊ എല്ലാവരും ഒക്കെ വരിക, വന്ന് ഇതൊക്കെ കണ്ടു കേട്ട് പോകാനായിട്ട് എല്ലാവരും ശ്രമിക്കുക. അങ്ങനെ നമ്മൾ മീനൊക്കെ കഴുകി കഴിഞ്ഞിട്ട് നമുക്ക് ഇനി ഉള്ള മസാലയൊക്കെ തയ്യാറാക്കാം. നമ്മളെല്ലാം റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ വിനാഗിരി ഒഴിച്ച് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ 2 ദിവസം. പിന്നെ നമ്മൾ ഐസ് പെട്ടി ഉണ്ട് കേട്ടോ. ഐസ് പെട്ടിയിൽ മീനിന്നാണ് നമ്മൾ മേടിച്ചത്. ഐസ് പെട്ടിയിൽ നമ്മുടെ കേടായി പോകുന്ന സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ വന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ മീനുള്ള മസാല റെഡിയാക്കും കേട്ടോ. മുളക് പൊടി ഇട്ട് കൊടുത്തു. അടുത്തതാ വെളുത്തുള്ളി അരച്ചത്. നമ്മളിതൊക്കെ വിനാഗിരി ഒഴിച്ച് അരച്ച് കൊണ്ടുവന്ന കേട്ടോ. അതുകൊണ്ട് ഇത്ര ദിവസം 2, 3, 4 ദിവസമൊക്കെ ഇരുന്നാലും കേടുവരില്ല. അതാ ഇഞ്ചി അരച്ചത്. കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മൾ ഉപ്പ് ഇട്ട് കൊടുത്തു. ഇനി നമുക്കേ നെയ്മീനാണ് കേട്ടോ. നെയ്മീനായിട്ട് ഞാൻ എന്ത് ചെയ്യുന്ന പറഞ്ഞോ, ഇച്ചിരി നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണേ. വെളിച്ചെണ്ണ ചേർക്കണ്ടെന്ന് ഓർത്തിട്ട് നെയ്ക്കകത്ത് തന്നെ മസാല തയ്യാറാക്കാന്ന് വിചാരിച്ചു കേട്ടോ. ഇതെല്ലാം കൂടി നമുക്ക് നല്ലപോലെ ഞെരടി കൊടുക്കാം. കുറച്ച് മുളക് പൊടിയും കൂടെ വേണ്ടി വരും കേട്ടോ, തികയത്തില്ലെന്ന് തോന്നുന്നുണ്ട് മുളക് പൊടി. അങ്ങനെ നമ്മൾ അവിടെ ഒന്ന് ചെയ്തുകൊണ്ടിരുന്നു. അപ്പം ഭയങ്കര ഇരുട്ടായി കേട്ടോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞേ, മഴ കാരണം നമുക്ക് മീൻ ഉച്ചയായപ്പോഴേ വാങ്ങിയിട്ട് വന്നതാണ്. പക്ഷെ മഴ കാരണം നമുക്കത് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇങ്ങോട്ട് നമ്മുടെ ലൈറ്റിൻ്റെ വെട്ടത്തിൽ നമ്മുടെ ടെൻ്റ് അടിച്ചേക്കുന്നതിൻ്റെ അടുത്തേക്ക് നമ്മൾ വന്നു കേട്ടോ. ടെൻ്റ് കാണിച്ചു കൊടുത്തേ ക്യാമറമാനെ. അവിടെയാണ് നമ്മൾ നിരത്തി ടെൻ്റ് അടിച്ചേക്കുന്നത്. അപ്പം 5-6 അടിച്ചിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിതാ ഇനിയും ഇവിടെ വെച്ചങ്ങ് വറക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഗ്യാസ് കത്തിച്ചിട്ട് നമുക്കതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ബട്ടറൊക്കെ ചൂടായി. നമ്മളിതാ മീൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇതാ നമുക്ക് മീനും തിരിച്ചിട്ട് എടുത്താലോ. നമ്മുടെ മീൻ ഇതാ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ബാ
അങ്ങനെ നമ്മൾ ഫസ്റ്റ് മീൻ ഫ്രൈ ആക്കി എടുത്ത് കേട്ടോ. അടുത്ത മീൻ ഇനി ഇപ്പം നമ്മളിടും. അങ്ങനതെ നമ്മുടെ നെയ്മീൻ നമ്മൾ ഫസ്റ്റിലത്തെ വറുത്ത് കോരി കേട്ടോ. അടുത്ത അടുപ്പേ കിടക്കുന്നു. ഇനി ഇതാ വറക്കാനിരിക്കുന്നു. പിന്നെ നമുക്ക് ബുബൂസ് ഉണ്ടാക്കണം. അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഇത് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും ഇവിടെയൊക്കെ വന്നതൊക്കെ കണ്ടു കേട്ട് എല്ലാവരും വന്നില്ലെങ്കിലും വരാൻ പറ്റുന്നവരൊക്കെ കഴിയുന്നത് വന്ന് ഒരു ദിവസം 2 ദിവസമൊക്കെ തങ്ങി നിസ്സാര പൈസയൊക്കെ ആവത്തുള്ളൂ. തങ്ങി സന്തോഷകരമായി എല്ലാവർക്കും തിരിച്ചു പോകാം. അപ്പോൾ എൻ്റെ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കാണാം. ഓക്കെ, ബൈ.